ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷ്. ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS +2 സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് ഏറെ യൂസ്ഫുള്ളായ അവരുടെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് 2-3 മാർക്സിന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് അവർക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ 12ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ തന്നെ ഫസ്റ്റ് ലെസൺ. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ കാലമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡിഡ് ഗവാസ്കർ ബിഹേവ് ഡ്യൂറിംഗ് മാച്ചസ് പ്ലേഡ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ്? ഹൗ ഡിഡ് ഹിസ് ഫ്രണ്ട്സ് ഹാൻഡിൽ ഹിം ഓൺ ദീസ് ഒക്കേഷൻസ്? അതായത് കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ കളിക്കും. അന്നേ അതിനോടൊരു പാഷൻ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുനിൽ ഗവാസ്കർ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കൂട്ടുകാരോട് ബിഹേവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ മാച്ചസിനിടയിൽ അദ്ദേഹം കുറുമ്പ് കാണിച്ചിരുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ ഇതാണ്: ഗവാസ്കർ വാസ് ലിറ്റിൽ സെൻസിറ്റീവ് ഓർ ഹിസ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ആൻഡ് ഡ്യൂറിംഗ് മാച്ചസ് ഹി സ്റ്റോപ്ഡ് ഗെയിം when he was out and walked off with her bat and ball and had fight with them. Due to this, his behavior was not that acceptable to his friends. They cleverly planned to get him out of a particular ball and made him accept the decision of the majority. അതായത് കുട്ടിക്കാലത്ത് ഈവൻ അദ്ദേഹം ഔട്ടാണെന്ന് കൂട്ടുകാർ പറയുമ്പോൾ, കുട്ടി സുനിൽ ഗവാസ്കർ ഔട്ടാണെന്ന് പറയുമ്പോൾ അവൻ പിണങ്ങിപ്പോവും. ബാറ്റും ബോളും ഒക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പിണങ്ങിപ്പോവും. അപ്പോൾ ഇവൻ്റെ ഒരു ബിഹേവിയർ കൂട്ടുകാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാക്കി ഇവനെ ഔട്ടാക്കാനൊക്കെ കൂട്ടുകാർ ശ്രമിച്ചിരുന്നു. പക്ഷെ കുറച്ച് സെൻസിറ്റീവായിരുന്നു നമ്മുടെ ഗവാസ്കർ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു ലെസണിൽ, അതായത് ഒരു ബിക്കാലു ചിക്കയും തിമ്മാക്ക എന്ന് പറയുന്ന കർണാടക ബേസ്ഡായിട്ടുള്ള 2 കപ്പിൾസിൻ്റെ സ്റ്റോറി പഠിക്കാനുണ്ട്. അതായത് മക്കളില്ലാത്ത വിഷമത്തിൽ കർണാടകയുടെ സ്ട്രെച്ചസ് ഓഫ് റോഡിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു കപ്പിൾസ്, അവരുടെ ഒരു സ്റ്റോറി. അതാണ് തിമ്മക്ക എന്ന് പറയുന്ന ലേഡിക്ക് അവസാനം നാഷണൽ സിറ്റിസൺസ് അവാർഡൊക്കെ കിട്ടി ഇങ്ങനെ മരങ്ങൾ നട്ടു നനച്ച് പരിപാലിച്ചതിന്. അപ്പോൾ ആ ഒരു ലെസൺ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വാസ് തിമോക്കസ് ലൈഫ്? വാട്ട് ഡിഡ് ഷീ ഡു വൈൽ കെയറിംഗ് ഫോർ ട്രീസ്? ഓർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം: വാട്ട് ഡിഫിക്കൽട്ടീസ് ഡിഡ് തിമാക്ക ഫേസ് വൈൽ റെയറിംഗ് ട്രീസ്? അതായത് എങ്ങനെയായിരുന്നു തിമാക്കയുടെ ജീവിത രീതി, എങ്ങനെയായിരുന്നു അവൾക്ക് മരങ്ങൾ നട്ടു വളർത്താൻ അല്ലെങ്കിൽ മരങ്ങൾ നട്ടു പരിപാലിക്കാൻ അവൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് നേരിട്ടു, അല്ലെങ്കിൽ അവൾ ആ മരങ്ങൾ നട്ടു വളർത്തുന്നതിന് വേണ്ടി നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഇതാണ് ക്വസ്റ്റ്യൻ. എൻ്റെ ആൻസർ ഒന്ന് വായിക്കാം. Timaka was leading a life which was full of cares and difficulties. Her husband was a disabled person. He could not do anything. She had to work as a laborer every day. For childlessness, she planted some banyan trees. She had to face many difficulties while caring the trees. She had to fetch water from a long distance for the trees. She had to put thorny bushes to protect them from animals. അതായത് വളരെ മിസറബിൾ ആയിട്ടുള്ള, വളരെ ഡിഫിക്കൽട്ടീസ് നടന്ന, പ്രോബ്ലംസ് നിറഞ്ഞൊരു ലൈഫാണ് തിമ്മാക്ക നയിച്ചിരുന്നത്. അവർ വളരെ ഏജ് ചെന്ന ശേഷവും കുട്ടികളില്ലാത്ത വിഷമത്തിന് നാട്ടുകാരുടെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ കുത്തുവാക്കുകൾ കേട്ട് തുടങ്ങിയപ്പോൾ തിമ്മാക്കയും ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തതാണ് കുട്ടികളെപ്പോലെ മരങ്ങൾ നട്ടു നനച്ച് പരിപാലിക്കാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അപ്പോൾ നമുക്കും വരും തലമുറയ്ക്കൊക്കെ ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചിട്ടാണ് കർണാടകയുടെ നാഷണൽ ഹൈവേയുടെ 2 വശത്തുമായിട്ട് ആൽത്തൈകൾ വാങ്ങി അത് നട്ടു നനച്ച് പരിപാലിച്ചത്. അപ്പോൾ ഈ തിമ്മാക്കയുടെ ഹസ്ബൻഡ് ഒരു ഡിസേബിൾഡ് മാനാണ്, അതായത് അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, ഒരു അംഗപരിമിതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാം ചെയ്തിരുന്നത് കുട്ടികളില്ലാത്ത വിഷമം മറയ്ക്കാൻ വേണ്ടി തിമ്മാക്ക തന്നെയാണ് ആൽത്തൈകൾ കൊണ്ടുവന്ന് റോഡിൻ്റെ വശങ്ങളിൽ നട്ടുപിടിപ്പിച്ചു. അതുകൂടാതെ ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്ന് വെള്ളങ്ങൾ കൊണ്ടുവന്ന് അതിനൊഴിച്ചു. ഇനി ആ തൈകൾ മറ്റു വഴിയെ പോകുന്ന മൃഗങ്ങളൊന്നും ഭക്ഷിക്കാതിരിക്കാൻ ഈ മരങ്ങൾക്ക് ചുറ്റാകെ വേലി പോലെ തോണി ബുഷസ്, മുൾച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചത് തിമ്മക്കയാണ്. അപ്പോൾ ഒത്തിരി എഫേർട്സ് എടുത്ത് അവർ ചെയ്ത ഒരു വർക്ക് കണ്ടിട്ടാണ് ഗവൺമെൻറ് അവർക്ക് നാഷണൽ സിറ്റിസൺ അവാർഡ് നൽകി ആദരിച്ചത്. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ലെസണിൽ നിന്നാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് വിൻഡ് എനർജി? വിൻഡ് എനർജി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. വിൻഡ് എനർജി ഈസ് ബീയിങ് യൂസ്ഡ് വൈഡ്ലി ഡ്യൂ ടു ഇറ്റ്സ് അഡ്വാൻറ്റേജസ്
ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും വിൻഡ് എനർജി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് താഴെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ചീപ്പ് എനർജി സോഴ്സ്, വളരെ ചീപ്പായൊരു എനർജി സോഴ്സാണ് വിൻഡ് എനർജി. ഇറ്റ് ഈസ് റിന്യൂവബിൾ എനർജി സോഴ്സ്, നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി സോഴ്സാണ് വിൻഡ് എനർജി. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ മച്ച് ഈസ് യൂസ്ഡ്, ഇത് എത്രത്തോളം ഉപയോഗിച്ചു എന്നതിന് ഒരു ക്വാണ്ടിറ്റി കണക്കാക്കിയല്ല ഈ ഒരു എനർജി സോഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി സപ്ലൈഡ് കണ്ടിന്യൂസ്ലി, നമുക്കിപ്പോൾ അത് തീർന്നു പോവും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് അങ്ങനെ വിചാരിക്കേണ്ട, അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് വിൻഡ് എനർജി. ലാസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് പൊല്യൂഷൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, നമുക്ക് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല ഈ വിൻഡ് എനർജിയിലൂടെ. ഇതൊക്കെയാണ് വിൻഡ് എനർജിയുടെ അഡ്വാൻറ്റേജസ്. It is cheap energy source, it is renewable energy source, it does not matter how much is used, it will be supplied continuously, it does not generate pollutants. എ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. അതിൽ നിന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കേസ് ഓഫ് സസ്പീഷൻ റിവോൾവ്സ് അറൌണ്ട് ദ സ്റ്റോറി, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഇവിടെ ഒരു സംശയത്തിന്റെ നിഴലിൽ അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ രീതിയിലുള്ള ഒരു കഥ, ദുരൂഹത നിറഞ്ഞൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരൂഹത ഈ സ്റ്റോറി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ഒബ്ജക്റ്റാണ് ആ ദുരൂഹതയ്ക്ക് കാരണമായത് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ആൻസർ ഇതാണ്. The watch is the object that regulates the story till the end. It is the central piece of the story. The doctor offers a lift to the stranger because it is past midnight hour. When he misses his watch, he suspects events without waiting to make sure about it. He points his pistol at the stranger. Evans put his hand in his pocket and later with the trembling hands tried to put the watch into the doctor's pocket. He pushes him out of the car angrily. Later he found that the watch did not belong to him. It was gifted to Evans for saving the life of nurses in the Italian front. ഇവിടെ സ്റ്റോറിയിലുടനീളം സസ്പീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ സസ്പെൻഷൻ കൊണ്ടുപോകുന്ന നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്ന ഒരു തിങ് ഒരു വാച്ചാണ്. അതായത് ആ വാച്ച് നമ്മുടെ ഡോക്ടർ വളരെ മിഡ് നൈറ്റിൽ, വളരെ വൈകിയ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഒരു ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഇവാൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വണ്ടിയിൽ ലിഫ്റ്റ് കൊടുക്കുകയും അയാൾ ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ അയാളെ കണ്ടപ്പോഴേ ഒരു കുറച്ച് സ്ട്രേഞ്ചറായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഡോക്ടറുടെ വാച്ച്, ടൈം നോക്കാൻ വേണ്ടി വാച്ച് പോക്കറ്റിൽ തപ്പിയപ്പോൾ വാച്ച് കിട്ടുന്നില്ല, അദ്ദേഹത്തിന് ടൈം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ വാച്ച് മിസ്സായതറിഞ്ഞ് അദ്ദേഹം സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ട്രേഞ്ചറിനെ സംശയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഡോക്ടർ അയാളുടെ റിവോൾവർ എടുത്തിട്ട് ഇവാൻസിനെ ചൂണ്ടിയിട്ട് വാച്ച് തിരികെ ആവശ്യപ്പെടുന്നു. പക്ഷേ സത്യത്തിൽ നമ്മുടെ ഇവാൻസ് വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് കഥയുടെ അവസാനമാണ് തെളിയുന്നത്. അപ്പോൾ ഇവാൻസ് പോക്കറ്റ് കയറ്റിയിട്ട് ഇയാളുടെ വാച്ച് എടുത്ത് ഡോക്ടറുടെ, അപ്പോൾ സാമ്യമുള്ള വാച്ചാണ് രണ്ട്. അപ്പോൾ ഡോക്ടർ അത് അയാളുടെ എന്ന് വിചാരിച്ചിട്ട് ഇവാൻസിനെ കാറിൻ്റെ പുറത്താക്കുകയാണ്. ബട്ട് ലേറ്റർ ഹി റിയലൈസ് ദ ട്രൂത്ത്. ഡോക്ടർ സത്യം തിരിച്ചറിയാണ്. എന്താണ് സത്യത്തിൽ ആ വാച്ച്, അദ്ദേഹം ആംബുലൻസ് ഡ്രൈവറായിട്ടൊക്കെ മുമ്പ് വേൾഡ് വാർ സമയത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇവാൻസ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ നഴ്സസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്ത വാച്ചാണ്. അപ്പോൾ അതിലെ ഡേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആ വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർക്ക് സത്യം മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കഥയിലുടനീളം വളരെ സംശയാസ്പദമായ രീതിയിൽ കഥ കൊണ്ടുപോകുന്നത് ഈ ഒരു വാച്ചാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി എന്ന് പറയുന്ന ഒരു ലെസൺ ഉണ്ട്. നമ്മുടെ വേദ് മേത്തയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ഡിഡ് ഓതേഴ്സ് ഫാമിലി റിയാക്ട് ടു ഹിസ് ബ്ലൈൻഡ്നെസ്? വാട്ട് സ്റ്റെപ്സ് ഡിഡ് ദേ ടേക്ക് ടു ഹെൽപ്പ് ദ ചൈൽഡ്? നമ്മുടെ വേദിന് കാഴ്ചശക്തി മെനിഞ്ചൈറ്റിസ് ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ ആ ഒരു ബ്ലൈൻഡ്നെസ്സിനോട്, കുഞ്ഞു വേദിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയോട് ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? അവർ എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്? ഒരു കുട്ടി എന്ന രീതിയിൽ എങ്ങനെയാണ്, ബ്ലൈൻഡായ ഒരു കുട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇതാണ്. വേദ് മേത്ത became blind at the age of 3.5 due to a prolonged attack of meningitis. The servants avoided him as it was a evil eye personified. His sisters treated him with care like a fragile doll. Many relatives visited the family to sympathize with it. Ved Mehta's father was a trained doctor in a government public health department. He helped his son by providing the best medical assistance and with medical treatment. His mother was very superstitious and hence went before the pandits and hakims to find any remedy for improving Ved's eyesight. Finally, Ved's father decided to send him to a school for the blind in Mumbai, as the principal, Dr. Arish Halder, had promised special care for Ved there.
അപ്പോൾ ഇതിൽ പറയുന്ന എന്താണ്, വേദ് മേത്തയ്ക്ക് 3.5 വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. അതായത് മെനിഞ്ചൈറ്റിസ് ബാധിച്ചാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. അന്ന് മുതൽ വീട്ടിലെ സെർവൻസ് ഒക്കെ ഒരു ഈവിൽ ഐഡായിട്ടാണ്, അല്ലെങ്കിൽ ദോഷമുള്ള ഒരു കുട്ടിയായിട്ടാണ് അവനെ കരുതിയിരുന്നത്. പക്ഷെ അവന്റെ സിസ്റ്റേഴ്സൊക്കെ, എൽഡർ സിസ്റ്റേഴ്സൊക്കെ അവനെ ഒരു ഫ്രജൈൽ ഡോളിനെ പോലെ ട്രീറ്റ് ചെയ്തു. ഇതിന്റെ അച്ഛൻ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് മകന് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള മെഡിക്കൽ അസിസ്റ്റൻസിനൊക്കെ പറ്റി അദ്ദേഹം ഒരുപാട് സെർച്ച് ചെയ്തു. അമ്മയാണെങ്കിൽ വീട്ടിലെ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് ഉള്ള ലേഡി, അതായത് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ലേഡി ആയിരുന്നു. ഒരുപാട് ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾ. അപ്പോൾ അവർ മകനോട് അമിതമായ സ്നേഹം മൂലം മകന് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരുപാട് കാശ് മന്ത്രവിധികളും പൂജാകർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി ചിലവാക്കി. അതിനുവേണ്ടി അവർ പണ്ഡിറ്റ്സിനെയും ഹെക്കിംസിനെയും, അതായത് മന്ത്രവാദികളെയൊക്കെ കണ്ടു. അവർ കൊടുക്കുന്ന ഭസ്മങ്ങളും പൊടിയും ഒക്കെ കുട്ടിയുടെ മേൽ പ്രയോഗിച്ചു. അങ്ങനെ ഒരു ലേഡിയായിരുന്നു അവന്റെ അമ്മ. അപ്പോൾ എല്ലാവർക്കും അവനോട് സ്നേഹമായിരുന്നു. പക്ഷെ അത് പല രീതിയിലാണ് അവരൊക്കെ പ്രകടിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ട് മുംബൈയിലുള്ള ഒരു RH ഹാൾദർ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു ബ്ലൈൻഡ് സ്കൂളിൽ അവനൊരു അഡ്മിഷൻ തരപ്പെടുത്തി. അപ്പോൾ മകന്റെ വിദ്യാഭ്യാസത്തെ പറ്റിയും മകന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയാണ് അച്ഛൻ ചിന്തിച്ചത്. പക്ഷെ മകനെ ഒരു ഫ്രജൈൽ ഡോളിനെ പോലെ അവന്റെ സിസ്റ്റേഴ്സൊക്കെ ട്രീറ്റ് ചെയ്തു. വേലക്കാരാണെങ്കിലും ഒരു ഈവിൽ ഐഡായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് കണ്ടു. പക്ഷെ റിലേറ്റീവ്സൊക്കെ ഒരുപാട് പേര് വന്ന് സിമ്പതൈസ് ചെയ്യാൻ, അയ്യോ കുട്ടിക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ സഹതപിക്കാനായിട്ടൊക്കെ ഓരോരുത്തർ വന്നു. ഇങ്ങനെയാണ് വേദിനെ ഫാമിലിയിലുള്ളവരെ ട്രീറ്റ് ചെയ്തത്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്നൊരു ലെസൺ, ഒരു സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബാൽഡിയോയാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ. അതായത് നൈറ്റ് ഡ്യൂട്ടി, ഒരു വാച്ച്മാനായിട്ട്, റെയിൽവേയിൽ വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ബാൽഡിയോയുടെ സ്റ്റോറിയാണത്. അപ്പോൾ ബാൽഡിയോയുടെ ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. വാട്ട് ക്വാളിറ്റീസ് ഡു യു ഫൈൻഡ് ഇൻ ബാൽഡിയോസ് ക്യാരക്ടർ? ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3 മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിന്ന്. മേ ബി ഇത് ചോദിച്ചേക്കാം. അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം. ബാൽഡിയോ വാസ് എ ഖലാസി അറ്റ് ദ സിഗ്നൽ സ്റ്റോപ്പ്. ഹി വാസ് പുവർ. ഹി ഹാഡ് റൈസ് ഫീൽഡ്സ് വിച്ച് വെയർ നോട്ട് ഇനഫ് ടു നറിഷ് ഹിസ് ഫാമിലി, സോ ഹി ടേക്ക് അപ്പ് ദ ജോബ് ഓഫ് എ ഖലാസി. He was not afraid of wild animals. He was sincere towards his duty as a watchman. Even though he was able to escape from his duties due to a fear of wild animals, he never did it even in winter night. Baldio had no fear of the forest and the animals. His little axe gave him confidence. He took pride of his skill in using the weapon. He once killed a bear with it. He wounded the tiger badly. He was killed at last by the tiger. അപ്പോൾ ബാൽഡിയോ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടറാണ്. ഒരുപാട് റൈസ് ഫീൽഡൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അതിൽ നിന്നും വേണ്ടത്ര വരുമാനം കിട്ടാതായപ്പോൾ ഖലാസിയുടെ ജോലി, ഖലാസി എന്ന് വെച്ചാൽ രാത്രിയിൽ തുരങ്കത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ല, അവിടെ തടസ്സങ്ങളൊന്നുമില്ല, ട്രെയിൻ സുഖമായിട്ട് പോകുമെന്നുള്ള വെളിച്ചം അവിടെ കൊടുക്കുന്നതിന് വേണ്ടി, വൈൽഡ് അനിമൽസ് ഒന്നും നിൽപ്പില്ല പാളത്തിൽ എന്നൊക്കെയുള്ള ചെയ്യുന്നതിന് വേണ്ടിയുള്ള നൈറ്റ് ഡ്യൂട്ടിയാണ് ഖലാസി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോലിയാണ് ബാൽഡിയോ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഫാമിലിയെയും മകനെയും ഒക്കെ രാത്രി ഇട്ടിട്ടാണ് അദ്ദേഹം വളരെ റിസ്ക് ഉള്ള ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായത്. പക്ഷേ അദ്ദേഹത്തിന് വൈൽഡ് അനിമൽസിനെയോ ഫോറസ്റ്റിനെയോ ഒന്നും പേടിയില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ വളർന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ആക്സ്, ഒരു കുഞ്ഞു മഴു ഉണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് അതൊരു ധൈര്യമാണ്. എപ്പോഴും ഒരു കയ്യിലിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അത് വെച്ചൊരു ബിയറിനെ അദ്ദേഹം മുൻപ് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥയുടെ അവസാനം ഒരു ടൈഗർ ഈ ടണലിൽ വരികയും ആ ഒരു തുരങ്കത്തിൽ വരികയും അതുമായിട്ട് ഒരു അറ്റാക്ക് നടക്കുകയും ആ അറ്റാക്കിൽ നല്ല രീതിയിൽ കടുവയ്ക്ക് മുറിവേൽപ്പിക്കപ്പെട്ടു എങ്കിലും കടുവയാൽ നമ്മുടെ ബാൽഡിയോ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന മഹാനായ കവിയുടെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു പോയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രിങ് ഔട്ട് ദ സിംബോളിക് ഓർ ഹിഡൻ മീനിങ് ഓഫ് ദ വേർഡ് റോഡ്സ് ഇൻ ദ ഫ്രോസ്റ്റ് പോയം. ഫ്രോസ്റ്റിന്റെ പോയത്തിൽ ഇവിടെ റോഡ്സ് എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. റോഡ്സ് എന്ന് പറയുന്നതിന്റെ സിംബോളിക് ആയിട്ടുള്ള, അതിന് പ്രതീകാത്മകമായ ഒരു അർത്ഥം കവി കൽപ്പിച്ചിട്ടുണ്ട്. അതെന്തെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 or 3 മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് ചോദിക്കുക എക്സാമിനൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മസ്റ്റായിട്ടും മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ആ ലെസൺ നന്നായിട്ട്, അല്ലെങ്കിൽ ആ പോയം നന്നായിട്ട് തറവാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഇതാണ്: ദ വേർഡ് റോഡ്സ് ഇൻ ഫ്രോസ്റ്റ് പോയം ഹാസ് ഡബിൾ മീനിങ് ഇൻ വൺ ലിറ്ററൽ ആൻഡ് ദ അതർ സിംബോളിക്. It means dusty or metalled rod in the ordinary sense, but its symbolic meaning is the option or choice one has to make at some point in life, which proves to be a turning point in one's life. അപ്പോൾ ഇവിടെ റോഡ്സ് എന്ന് പറയുന്നത് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ലിറ്റററി, നമ്മൾ ലിറ്റററി പറയുകയാണെങ്കിൽ മെറ്റൽഡ് റോഡ്, നമ്മൾ നടന്നു പോകുന്ന റോഡിനെ നമുക്ക് റോഡെന്ന് പറയാം. ഇവിടെ സിംബോളിക്കായിട്ട് അദ്ദേഹം റോഡിന് ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോയിട്ട് ഒരു യാത്രയിൽ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അദ്ദേഹം നടന്നു വന്ന റോഡ് 2ആയിട്ട് ഡൈവേർജ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ അത് ഏത് സെലക്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ
മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഏത് റോഡ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യണം, ഇടത്തെ വശത്തേക്കുള്ളതോ വലത് വശത്തേക്കുള്ളതോ റോഡ് സെലക്ട് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. രണ്ട് റോഡും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെലക്ഷന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ കൺഫ്യൂഷനെയാണ്, ചോയ്സസ് ആണ് അദ്ദേഹം ഈ റോഡ്സ് എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിൽ നമ്മളെ തിരഞ്ഞെടുപ്പുകളെയാണ് ഇവിടെ കവി പ്രതീകാത്മകമായിട്ട് റോഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാവൂ എന്ന് വെച്ച് നമ്മൾ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് മറ്റേ വഴി തിരഞ്ഞെടുക്കാൻ ജീവിതത്തിൽ ലൈഫിൽ റീടേക്കുകളില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതാണ് കവി ഈ ഒരു റോഡ്സ് എന്നുള്ള ആ ഒരു സിംബോളിക് ആയിട്ടുള്ള മീനിങ്ങിലൂടെ. മറ്റൊരു ലെസൺ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങൾക്ക് ഒരു ലെസൺ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് ദ ട്രൂത്ത് ആരാധന വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട്? വാട്ട് ഡിഡ് ഷീ ആക്ച്വലി ഡിസ്കവർ? എന്ത് സത്യമാണ് ആരാധന കണ്ടെത്താൻ ആഗ്രഹിച്ചത്? അവസാനം അവൾ എന്താണ് കണ്ടെത്തിയത്? അപ്പോൾ ആരാധന ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ അവിടെ ഒരു ഡാൻസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ ആ സ്കൂളിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനിടയിൽ അവൾ ഒരു ഓർഫനാണെന്ന് അറിയുന്നു. ഒരു റിലേറ്റീവിൻ്റെ വായിൽ നിന്ന് ആ സത്യം അറിയുകയും അങ്ങനെയാണോ എന്ന് തിരക്കുമ്പോൾ സത്യമാണെന്ന് അറിഞ്ഞ് അവൾ ആകെ ഡള്ളാവുമ്പോൾ അവൾ ആ ഒരു ഓർഫൻ ചൈൽഡിനെക്കാളും അല്ലെങ്കിൽ ഒരു ദത്തെടുക്കപ്പെട്ട കുട്ടിയെ അഡോപ്റ്റഡ് ചൈൽഡിനെക്കാളും വളരെ കാര്യമായിട്ടാണ് തൻ്റെ രക്ഷിതാക്കൾ, തൻ്റെ പേരൻസ് തന്നെ വളർത്തിയതെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് ഇതിലെ സ്റ്റോറി തീം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. ആരാധന വാസ് എ സ്റ്റുഡൻറ് ഓഫ് കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്. ഷീ ഹാഡ് എ ഡാൻസ് പെർഫോമൻസ് ഇൻ ദ സ്കൂൾ ആനുവൽ ഷോ. ബിഫോർ ഹെർ ഡാൻസ് ഷീ കെയിം ടു നോ ദാറ്റ് അബൌട്ട് ഹെർ അഡോപ്ഷൻ. ഷീ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഷീ വാസ് അഡോപ്റ്റഡ് ഓർ നോട്ട്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹെർ ടു അക്സെപ്റ്റ് ദ ട്രൂത്ത്. Later, she discovered that in spite of being an adopted child, she was loved and cared for. അത് തന്നെയാണ് അവൾ കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിലെ സ്റ്റുഡൻ്റ് ആണ്. അവിടുത്തെ ആനുവൽ ഷോയുടെ ഭാഗമായിട്ട് അവളൊരു ഡാൻസ് പെർഫോമൻസിന് വരികയും അവിടെ വെച്ച് അവളുടെ അകന്ന റിലേറ്റീവിൻ്റെ വായിൽ നിന്ന് അവൾ ആ സത്യം മനസ്സിലാക്കുകയും അതറിയുമ്പോൾ അവൾ ആകെ വിഷമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവൾ അതിനേക്കാളും വളരെ നന്നായിട്ട് അത്രയും സ്നേഹവും കെയറും അഫെക്ഷനും ഒക്കെ കൊടുത്താണ് വളർത്തിയതെന്ന് പറഞ്ഞ് അവൾ വളരെയധികം സന്തോഷിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഇതുണ്ട്, നമ്മുടെ സ്പീച്ച് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. ആ സ്പീച്ചിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് നെഹ്റു നോ അബൌട്ട് ദ ഏൻഷ്യന്റ് ഇന്ത്യ? വാട്ട് ഡസ് ഹി വിഷ് ഫോർ ദ ഫ്യൂച്ചർ? അദ്ദേഹത്തിന് ഏൻഷ്യന്റ് ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭാവിയിൽ എങ്ങനെ ആകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്? അപ്പം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു സ്പീച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഇതാണ്: നെഹ്റു ഹാഡ് എ ഡീപ് നോളജ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഒബ്സർവ്ഡ് ഈച്ച് ആൻഡ് എവറി ഡേ ഓഫ് ദാറ്റ് ടൈം. He told about India with a feeling of pride. At that time, Indians were eager to know new fact about each field, where it was technology, religion or social. Indians were stronger and energetic than the present. അപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെയൊക്കെ ആ സമയത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവറുള്ള ആളുകളുണ്ടായിരുന്ന ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം വളരെ ഒബ്സർവ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകളെയും ആ രീതികളെയൊക്കെ വളരെ ഒബ്സർവ് ചെയ്തിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പറയുന്നത് എന്താണ്? അന്നത്തെ ഇന്ത്യയെ പറ്റി പറയാൻ വളരെ അഭിമാനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അറ്റ് ദ ടൈം ഇന്ത്യൻസ് വെയർ ഈഗർ ടു നോ ദ ഫാക്ട് അബൌട്ട് ഈച്ച് ഫീൽഡ്. ഓരോ രംഗത്തെ പറ്റി അറിയാൻ അന്നത്തെ ഇന്ത്യൻസിന് വളരെ ആകാംക്ഷയുള്ളവരായിരുന്നു. അതിപ്പോൾ ടെക്നോളജിയെ പറ്റിയായാലും സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ റിലീജിയൻ, ഏത് രംഗത്തെ പറ്റിയായാലും അവർക്കെല്ലാം അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. എന്ന് മാത്രമല്ല അന്നത്തെ ആളുകൾ ഇന്നത്തേനേക്കാളും കൂടുതൽ സ്ട്രോങ്ങും എനർജറ്റിക്കുമായിരുന്നു. നിസിം ഇസക്കിയൽ എന്നൊരു ഇന്ത്യൻ കവിയുടെ ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നൊരു പോയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വളരെ നമ്മൾ നേരത്തെ റോഡ് നോട്ട് ടേക്കൻ പറഞ്ഞതുപോലെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ പോയം സേ അബൌട്ട് പോയിറ്റ്സ് മദർ? പോയിറ്റിന്റെ അമ്മയെപ്പറ്റി കവിതയിൽ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ആൻസർ ഇതാണ്: മദർ ലവ്സ് ഹെർ ചിൽഡ്രൻ മോർ ദാൻ ഹെർസെൽഫ്. ഷീ വാണ്ട്സ് ടു സേവ് ഹെർ ചിൽഡ്രൻ ഫ്രം എവറി കൈൻഡ് ഓഫ് പെയിൻ. ദ മദർ താങ്ക്സ് ഗോഡ് ഫോർ സ്പെയറിംഗ് ഹെർ ചിൽഡ്രൻ ഫ്രം ദ sting of the scorpion. The mother was a typical Indian woman. She was much concerned about the safety of her children. It shows her selfless love for the children. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ അമ്മയെ ഒരു തേള് കുത്തുകയാണ്. കവിയുടെ കുഞ്ഞുനാളിൽ കവിയുടെ അമ്മയെ ഒരു മഴയുള്ള രാത്രിയിൽ ഒരു തേള് കടിക്കുകയാണ്. അപ്പോൾ അമ്മ ഒരുപാട് 20 hours ഓഫ് പെയിൻ, 20 മണിക്കൂറോളം വേദന അനുഭവിച്ചിട്ട് ഒരു ദിവ്യൻ വന്ന് അമ്മയുടെ വേദന മാറ്റുകയാണ്. അവസാനം ഇതെല്ലാം മാറിക്കഴിഞ്ഞ് അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്: അല്ലയോ ദൈവമേ, നീ എൻ്റെ കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയല്ലോ, എന്നെ അല്ലേ കുത്തിയുള്ളൂ തേള് വന്ന്, എൻ്റെ കുഞ്ഞുങ്ങളെ നീ ഒഴിവാക്കിയല്ലോ എന്ന് ദൈവത്തെ. അപ്പോൾ അമ്മയുടെ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വുമണിനെയാണ് നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ അമ്മയുടെ എക്സ്ട്രീം അവരുടെ ഫാമിലിയോടുള്ള
അറ്റാച്ച്മെൻറ്റ്, അഫെക്ഷൻ, മക്കളോടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ലവ് ഒക്കെ നമുക്ക് ഈ വരികളിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഷോസ് ഹർ സെൽഫ്ലെസ് ലവ്. ഒന്നും പ്രതീക്ഷിച്ചല്ല അമ്മ മക്കളെ സ്നേഹിക്കുന്നത്. നിസ്വാർത്ഥമായ സ്നേഹം നമുക്കിവിടെ ഒരു ഇന്ത്യൻ വുമൺ, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ വുമണിനെയാണ് ഈ പോയത്തിലൂടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. മറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുള്ളത് ഭോലി എന്ന് പറഞ്ഞൊരു ലെസണാണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ലെസണാണ് ഭോലി. അപ്പോൾ ഭോലി എന്നുള്ള ലെസൺ തന്നെ നിങ്ങളൊന്ന് വായിച്ചിട്ടൊക്കെ വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അതിലെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്: വൈ ഫോലി വാസ് കൺസിഡർഡ് ആസ് എ ബാക്ക്വേർഡ് ആൻഡ് ഇൻട്രോവേർട്ട് ചൈൽഡ്. ഒരു അന്തർമുഖിയായ അല്ലെങ്കിൽ പുറകിലേക്ക് ഒതുങ്ങിക്കൂടിയ ഒരു പെൺകുട്ടിയായിട്ട് നമ്മുടെ കഥയിൽ ഫോലിയെ ചിത്രീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഇതാണ്: ഫോലി ഹാഡ് ബീൻ ഫാളൻ ഓഫ് വൺസ് ഫ്രം ദ കോട്ട് ആൻഡ് സം പാർട്ട് ഓഫ് ഹർ ബ്രെയിൻ വാസ് ഡാമേജ്ഡ്. ആഫ്റ്റർ 2 years, ഫോലി ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് സ്മാൾ പോക്സ് വെൻ ഷി വാസ് ഓൺലി 2 years old. It left black marks on her whole body. Only her eyes remained intact. Foley stammered while speaking. She was laughed at and mimicked by the children. All these causes made her backward and introvert child. ഫോലി ഇങ്ങനെ ബാക്കിലേക്ക് ഒതുങ്ങി കൂടിയതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഫോലി ഏകദേശം കുഞ്ഞുനാളിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ ബെഡിൽ നിന്ന് വീണിട്ട് അവളുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം ഡാമേജഡ് ആയി. അതുകൂടാതെ ഒരു 2 വയസ്സുള്ളപ്പോൾ അവൾക്ക് സ്മാൾ പോക്സ് വന്നിട്ട് ദേഹം മുഴുവൻ അതിന്റെ പാടായി. അപ്പോൾ ആ പാട് പിന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് മാറിയതേയില്ല. എന്ന് മാത്രമല്ല, അവൾ സംസാരിക്കുമ്പോൾ അവൾക്ക് ചെറിയ വിക്ക് കൂടിയുണ്ട്. പിന്നെ അവളുടെ കണ്ണുകൾ മാത്രം ചെറിയ ആകർഷണീയത ഉണ്ടായിരുന്നുവെങ്കിലും സ്കൂളിൽ ചെല്ലുമ്പോൾ കറുത്ത പാടും ആകെ കൂടി ഫോലി ഒരു സാധാ വിരൂപയായ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികൾ അവളെ കളിയാക്കുകയും കൂടെ ഇരുത്താതെയും ഒക്കെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അവളെ കാണുമ്പോൾ ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ അവളെ ആ ക്ലാസ്സിൽ മറ്റുള്ളവരുടെ എനിക്കെന്തോ കുറവുണ്ട് എന്നുള്ളൊരു തോന്നലും അവൾ പതിയെ പുറകോട്ട് മാറി ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ചൈൽഡായി മാറാനും അവൾ അങ്ങനെ ആയിത്തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഫോലി എന്ന് വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്: ഫോലീസ് മീറ്റിംഗ് വിത്ത് ഹർ ടീച്ചർ വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹർ ലൈഫ്. ഫോലി അവളുടെ കഥയിൽ ഒരു ഭാഗത്ത് വെച്ച് അവളുടെ ടീച്ചറിനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനെ കിട്ടിയതോടുകൂടി അവളുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവായി മാറി. അതെങ്ങനെയെന്നാണ് ആ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നിങ്ങൾക്ക് 3 മാർക്ക് ശരിക്കും അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനും കാണുമെന്ന് പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് ചോദിക്കുക. ആൻസർ ഇതാണ്: ഫോലീസ് ടീച്ചർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഷോഡ് ഹെർ റെസ്പെക്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഏർലിയസ്റ്റ് ഷി വാസ് നെഗ്ലക്റ്റഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എ ഡം കൗ. But she learned reading book and got a decision under her teacher's guidance. She also learned to be self-confident and self-reliant. Now she was able to take her decisions in her life and did not let anyone push her into marriage. അപ്പോൾ ടീച്ചറിനെ കണ്ടുമുട്ടിയതോടുകൂടിയാണ് ഫോലിയുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതായത് അതുവരെ വീട്ടിലെ ഒരു ഡം കൗ ആയിട്ട് വെറും ഒരു ആവശ്യമില്ലാത്ത വസ്തു, അനാവശ്യ വസ്തുവായിട്ടാണ് അവളുടെ വീട്ടിൽ എല്ലാവരും അവളെ ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ടീച്ചറിനെ കണ്ടതോടുകൂടി അവളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായി. ടീച്ചറാണ് അവൾക്ക് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കാണിച്ചത് ടീച്ചറാണ്. ഫോലിയും നമ്മളെപ്പോലെ ഒരു കുട്ടിയാണെന്നുള്ള രീതിയിൽ ടീച്ചർ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഫോലിയെ കൊണ്ടുവരികയും ഫോലിയെ മുൻപോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് ടീച്ചറാണ്. അവൾ സെൽഫ് റിലയൻറ്റും അപ്പോൾ എനിക്കും എന്തൊക്കെയോ ശക്തിയുണ്ട്, കഴിവുണ്ട്, എനിക്കും മറ്റുള്ളവരെ പോലെ പെരുമാറാൻ കഴിയുമെന്നൊക്കെ അവൾക്കൊരു സെൽഫ് റിലയൻസിയും ഒരു സെൽഫ് കോൺഫിഡൻസും ഒക്കെ തോന്നിയത് ടീച്ചറിനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ്. അതുമാത്രമല്ല, അവളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ അവൾ പഠിച്ചതും ടീച്ചറുമായിട്ട് മീറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവളുടെ പ്രായം എത്തുന്നതിന് മുമ്പ് അവൾക്ക് മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വന്നപ്പോൾ അത് പറ്റില്ല, എനിക്ക് പഠിക്കണം എന്നൊക്കെ അവളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ നിന്ന് പറയാനൊക്കെ അവൾക്ക് ധൈര്യം കൊടുത്തത് ആ ടീച്ചറുമായിട്ടുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും 12 ക്വസ്റ്റ്യൻസേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.